മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാനൊരു ചെറിയ ബ്രൂഷർ എഴുതുമ്പോൾ ഷഡ്ദർശനങ്ങളെ കുറിച്ച് എഴുതുകയായിരുന്നു. അതിൽ പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇത് സാധാരണ ഹിന്ദുക്കൾക്ക് ഒട്ടും അറിയാത്ത കാര്യമാണ്. യോഗ, പതഞ്ജലിയുടെ യോഗ അറിയാം, ന്യായശാസ്ത്രം അറിയാം, വൈശേഷികം അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്വൈതമൊക്കെ കുറേയൊക്കെ അറിയാം. പക്ഷെ പൂർവമീമാംസയും ഉത്തരമീമാംസയും ആർക്കും അറിഞ്ഞൂടാ. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് നടത്തി. ശരിക്ക് 5 സെക്കൻഡ് കൊണ്ട് വിക്കിപീഡിയയിൽ പൂർവമീമാംസയും ഉത്തരമീമാംസയും എന്താണെന്ന് എഴുതിയിരിക്കുന്നത് അത്യുജ്വലമായ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ വന്നു. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നമ്മുടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ബ്ലോഗിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാം വലിയ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ പേരിലും കുറെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോപാലേഷൻ, ഡോക്ടർ എൻ ഗോപാലേഷൻ, ഗോപാലേഷൻ IASH ഗോപാലേഷൻ, IASH ഗ്ലോബല്, ഗോപാലേഷൻ നാരായണൻ, ഇങ്ങനെ ധാരാളം ഗ്രൂപ്പുണ്ട്. ഞാൻ പറയാറുണ്ട്, അതിൽ വന്നിരിക്കുന്നതിന് എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. ധന്യമായ ലക്ഷ്യത്തോടു കൂടി മാർഗത്തോടു കൂടിയാണ് ഓരോരുത്തരും നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. 100% തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ദീർഘായുസ് ഉണ്ടാവണമേ, ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഒരു 100 വർഷം നിങ്ങൾ ജീവിക്കണമേ എന്ന് പറയത്തക്ക വിധത്തിൽ ധന്യമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഏതെങ്കിലും വിഷയം അറിഞ്ഞുകൂടാത്തതുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക. ഏതെങ്കിലും വാക്ക് അറിയാത്തതുണ്ടെങ്കിൽ പോലും ഗൂഗിൾ സെർച്ചിൽ പോവുക. അതിലൊരു പാരഗ്രാഫ്, പ്രത്യേകിച്ച് വിക്കിപീഡിയ തുടങ്ങിയതിൽ കൊടുത്തിട്ടുണ്ടാവും. അല്പസ്വല്പം കുറവുകളൊക്കെ അതിനകത്ത് ഉണ്ടാവും. എന്നാലും ലോകത്തിലെ ഒരു ലൈബ്രറിയിൽ ചെന്നിട്ട് ഒരു പുസ്തകം എടുത്ത് അതിൻ്റെ മുഴുവനും വായിച്ചിട്ട് ആവശ്യമുള്ള ഒരു വരിയോ 2 വരിയോ അന്വേഷിച്ചെടുക്കുന്നതിന് പകരം ഏത് വിഷയമാണെങ്കിലും, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏത് വിഷയമാണെങ്കിലും അതിലുള്ള 1, 2, 3 കീവേഡ്സ് ഈ ഗൂഗിൾ സെർച്ചിൽ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ ചാർവാക മഹർഷിയെക്കുറിച്ചും കിട്ടും, ഇവിടെയുള്ള യുക്തിവാദത്തെക്കുറിച്ചും കിട്ടും, രാവണന്റെ മകനെക്കുറിച്ചും കിട്ടും, ബാലിയെക്കുറിച്ചും കിട്ടും, സുഗ്രീവനെക്കുറിച്ചും കിട്ടും, മേരുപർവ്വതത്തെക്കുറിച്ചും കിട്ടും, ആര്യഭടനെ കുറിച്ചും കിട്ടും, ഭാസ്കരനെ കുറിച്ചും കിട്ടും, വടേശ്വരാചാര്യരെ കുറിച്ചും കിട്ടും, ഭീഷ്മരെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ധർമ്മപുത്രനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, നാഗാലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ആഗമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ വിഷ്ണു സഹസ്രനാമം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദു ധർമ്മത്തിൻ്റെ അടിമുടി ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും പ്രാർത്ഥനകളും കീർത്തനങ്ങളും തുടങ്ങി എന്ത് വേണമെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി ഇറങ്ങിയാൽ ഈ വിക്കിപീഡിയയിലും ഗൂഗിൾ സെർച്ചിലും കിട്ടും. നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ ചെന്ന് വായിക്കാൻ നേരമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് അറിയേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് പോലും കൊടുക്കണമെന്നില്ല. ഉദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം കിട്ടും. ഇന്നലെ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ഗൂഗിൾ സെർച്ചിലൂടെ എടുത്ത കാര്യങ്ങൾ ഒരു 5 ദിവസം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ പോയിരുന്നാലും എനിക്ക് കിട്ടില്ല. ഇതൊരു 1 മണിക്കൂർ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അതനുസരിച്ചിട്ട് ഞാൻ ഒരു ബ്രോഷർ തയ്യാറാക്കുകയും ചെയ്തു ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച്. എത്ര ഡീപ്പായിട്ടാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ നമ്മുടെ കൺമുമ്പിൽ ലഭിക്കുന്നത്. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യാൻ സാധിക്കും. അമൃതാനന്ദമയിയുടെ ആശുപത്രിയിൽ ഇടപ്പള്ളിയിൽ സുശ്രുതനെക്കുറിച്ച് ഒരു മുഖ്യ പ്രഭാഷണം നടത്താനുണ്ടായിരുന്നു. സുശ്രുതന്റെ പ്രതിമ ഇനാഗുറേറ്റ് ചെയ്യുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാനായിരുന്നു കീ നോട്ട് അഡ്രസ്സ് കൊടുക്കേണ്ടിയിരുന്നത്. എനിക്ക് സുശ്രുതനെ കുറിച്ച് കിട്ടിയത് മുഴുവനും ഈ വിക്കിപീഡിയയിലും ഗൂഗിൾ സെർച്ചിലൂടെയാണ്. അങ്ങനെ നിങ്ങൾ വെറുതെ കിട്ടുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വിഷയം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ഗൂഗിൾ സെർച്ചിലൂടെ പഠിക്കുക. പരമമായിട്ടുള്ള അറിവൊന്നും കിട്ടിയില്ലെങ്കിലും തൽക്കാലം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അത് ഗഹനമായി തന്നെ അതിൽ നിന്ന് ലഭിക്കും എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.